ഇതുണ്ടോ, നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കി ചെറുതായിട്ട് ഞെങ്ങുന്നുണ്ട് കേട്ടോ, പഴുത്തെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാനാണ് നോക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിലോട്ട് പേസ്റ്റ് കട്ട് ചെയ്തിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയതായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കേ. തൊലി അങ്ങ് കളയാം, കാരണം ഇത് ചേട്ടൻ്റെ അപ്പച്ചി പളനിയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊക്കെ കിട്ടിയ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അയലത്തോ ഒക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ അധികം എന്താണ് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കഴിക്കാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തൊലി അങ്ങനെ എന്തായാലും കളയാന്ന് വെച്ച് അയ്യോ നല്ല പാടായിട്ട് അത് കൈ നിൽക്കുന്നതൊക്കെ എങ്ങനെയാണോ. അപ്പോൾ നമുക്കിതിന് മൊത്തം മുറിച്ചിട്ട് കാണാം. വൈറ്റ് ഓക്കെ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് നീളത്തിൽ നമുക്ക് സ്ലൈസ് ആക്കി മാറ്റാം. ഇവിടുത്തെ മാങ്ങ കഴിക്കുന്നുണ്ടോ? മാങ്ങ ജസ്റ്റ് നക്കത്തെ കഴിക്കത്തില്ല. മാങ്ങ കഴിക്കാത്ത പിള്ളേരുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. കൊള്ളാൻ വന്നു ടേസ്റ്റ്. ഇന്നലെ ഇതേപോലെ നമ്മൾ എടുത്തത് അത്ര കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പഴുത്തിട്ടാണെങ്കിലും നന്നായിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാമോ ഇല്ലെന്ന് അറിയാമല്ലോ. ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അതാ മുക്കുമ്പോൾ തോനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ അല്ല, ഒരുപാട് മുളകാണ്. ഇതാണ് കുറച്ചേ പോത്തുള്ളൂ. കഴിച്ചു നോക്കാം. ഒടുക്കത്തെ പുളിപ്പ്.